ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ട്രിപ്പിംഗ് മച്ചാൻ. എന്താണ് മച്ചാന്മാരുടെ വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അതിരടി സിനിമ കണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഇന്ന് നമുക്ക് ഇവിടെ പ്രീമിയർ ഷോ ഉണ്ടായിരുന്നു. അപ്പം പ്രീമിയർ ഷോ കണ്ട് 6:30 നമ്മൾ കണ്ട് വന്നിരിക്കുകയാണ്. അപ്പം സിനിമയുടെ ഡയറക്ടർ ഫ്രം അരുൺ അനിരുദ്ധൻ എന്ന് പറഞ്ഞ പുള്ളിയാണ്. പിന്നെ അതുപോലെ തന്നെ ഇത് എഴുതിയിരിക്കുന്നത് പുള്ളിയും പിന്നെ പോൾസൺ സക്രിയ എന്ന് പറഞ്ഞൊരു പുള്ളിയും കൂടെയാണ് എഴുതിയിരിക്കുന്നത്. പിന്നെ ബേസിലാണ് മുഖ്യ നടൻ എന്താണ് ടൊവിനോ ഉണ്ട്. ടൊവിനോയും പക്കാണ്, കുഴപ്പമൊന്നുമില്ല. പിന്നെ അതുപോലെ തന്നെ ഷാൻ റഹ്മാനുണ്ട്, വിനീത് ശ്രീനിവാസനുണ്ട്, നമ്മുടെ ഡെലുലു ഉണ്ട്. പിന്നെ ദർശന രാജേന്ദ്രൻ. പുള്ളിക്കാരിക്ക് കുറച്ച്, അതായത് ഫസ്റ്റ് തുടക്കം ഒരു 10-15 മിനിറ്റ് അത്രയൊക്കെ ഉള്ളൂ പുള്ളിക്കാരിക്ക്. പിന്നെ ഇത് എടുത്തു പറയേണ്ടത് ഇതിനകത്ത് സ്റ്റണ്ട് ചെയ്തിരിക്കുന്നത് ഫീനിക്സ് പ്രഭുവും ആക്ഷൻ സാൻപോഷ് എന്ന് പറഞ്ഞ രണ്ടുപേരും കൂടി ചേർന്നാണ് സ്റ്റണ്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ എഡിറ്റിംഗ് ഒക്കെ അത്യാവശ്യം പണിയറിയാവുന്ന ആരുമാണ് ചെയ്തിരിക്കുന്നത് ഗൈസ്. അപ്പം പടം എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അത്ര വലിയ ഗുമ്മായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഗൈസ്. എനിക്കൊരു വൺ ടൈം വാച്ചബിൾ മൂവി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഫസ്റ്റ് ഹാഫ് എന്ന് പറയുമ്പം ഇവർ തുടങ്ങുമ്പോൾ തന്നെ ഇവരുടെ കോളേജിൽ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടാകുന്നു. അപ്പം ആ ഇൻസിഡൻറ്റ് കൊണ്ട് അതായത് പിന്നെ ആ ഒരു കോളേജിൽ പരിപാടി കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. അതാണ് ഇതിൻ്റെ മെയിൻ ഒരു തീം. പിന്നെ അത് റീക്രിയേറ്റ് ചെയ്ത് അല്ലെങ്കിൽ അത് പറയുന്നത് ആ കോളേജിലേക്ക് കൊണ്ടുവരാൻ അവർ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു. അതാണ് ഈ ഒരു സിനിമയുടെ പറയുന്നത്. അതിൻ്റെ ഇടക്ക് ഇപ്പോൾ ടോവിനായിട്ടും കുറച്ച് ക്രാഷും കാര്യങ്ങളെല്ലാം ഉണ്ടാകും. അങ്ങനെയാണ് സംഭവം ഇതിൻ്റെ സ്റ്റോറി എന്ന് പറയുന്നത്. പക്ഷെ സംഭവം ഞാൻ ഇത് ഒരുപാട് എക്സ്പെക്ട് ചെയ്തൊരു മൂവിയായിരുന്നു ഗൈസ്. സംഭവം വേറെ അല്ലേ, അതിരടി എന്ന് പറയുമ്പോൾ കാരണം ടൊവിനോയും ബേസിലും കൂടെ ഒന്നിക്കുമ്പം എന്തേലൊക്കെ കാണുമല്ലോ, നമ്മൾ പ്രതീക്ഷിക്കുന്ന കുറേ സംഭവങ്ങളുണ്ട്. പക്ഷെ എനിക്കെന്തോ അത്ര കിട്ടിയില്ലെങ്കിലും കുറേയൊക്കെ കിട്ടി. പക്ഷെ കുറേയൊക്കെ എന്തൊക്കെയോ എനിക്ക് എന്തൊക്കെയോ കുറച്ച് പോരായ്മകളൊക്കെ തോന്നി. അതെൻ്റെ അഭിപ്രായമാണ് ഞാനീ പറയുന്നത്. ഇപ്പോൾ ഫസ്റ്റ് ഹാഫിൽ പുള്ളിയുടെ ആ ഒരു കോളേജ് കാര്യങ്ങളെല്ലാം കാണിക്കുന്നത് അതൊക്കെ നല്ല അത്യാവശ്യം നല്ല കോമഡി ആയിട്ട് വർക്കായിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവർ പിന്നെ ഓരോ ഇയർ കഴിയുമ്പോഴും പുള്ളിയുടെ മേക്ക് ഓവർ ആണെങ്കിലും അതൊക്കെ സംഭവം നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ വിനീത് ശ്രീനിവാസൻ പുള്ളിക്കാരനും ഷാൻ റഹ്മാനും ഇവർ രണ്ടുപേരും എൻ്റെ പൊന്നുകായി സത്യം പറയല്ലോ അത് പൊളിച്ചു കേട്ടോ. എനിക്ക് വിനീത് ശ്രീനിവാസനെക്കാട്ടി ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഷാൻ റഹ്മാനാണ്. പുള്ളിയുടെ ആ ഒരു ഓരോ സംഭവങ്ങളുണ്ട്, അതൊക്കെ കുറച്ച് ചെറിയ സാധനങ്ങളൊക്കെ തന്നെ. പക്ഷെ അതൊക്കെ പുള്ളി നല്ല പേശായിട്ട് ചെയ്തേട്ടാ. പിന്നെ ഇടയ്ക്ക് പിന്നെ നമുക്ക് ഹാഷിറിനെ കൊണ്ടുവരുന്നുണ്ട്. ഹാഷിറുണ്ട് കേട്ടോ അതിനകത്ത്, ഹാഷിറിനെ കൊണ്ടുവരുന്നുണ്ട്. പക്ഷേ പുള്ളി ഇടയ്ക്ക് വെച്ചിട്ട് പിന്നെ എവിടെ പോയെന്ന് എനിക്കും അറിയത്തില്ല. പെട്രോൾ മേടിക്കാൻ വേണ്ടി പോകണമെന്ന് മാത്രം കണ്ട് ആ ഒരു വഴിക്ക് അങ്ങ് പോയി. അപ്പം ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് എന്തോ സംതിങ് തോന്നിയാൽ അവിടെ ഇവിടെയൊക്കെ അതായത് കുഴപ്പമില്ല, കൊള്ളത്തില്ലെന്നല്ല ഞാൻ പറഞ്ഞത്. നമുക്ക് ഇത് കണക്ട് ചെയ്യാവുന്ന സ്റ്റോറിയാണ്. പക്ഷേ ഇച്ചിരി കൂടെ ഒന്ന് നന്നാക്കിയിരുന്നെങ്കിൽ ചിലപ്പോൾ ഇച്ചിരി കൂടെ ഒരു ഗുമ്മ് കിട്ടിയേനെ. നമ്മൾ ഈ ഒരു സിനിമയുടെ ട്രെയിലർ കണ്ടു കഴിഞ്ഞപ്പം ഈ അതിരടി എന്ന് പറഞ്ഞാൽ നല്ല ഇടിപ്പടം അങ്ങനെ ഞാൻ എക്സ്പെക്ട് ചെയ്ത് അങ്ങനെയാണ്. അങ്ങനത്തെ സംഭവങ്ങളെല്ലാം പ്രതീക്ഷിച്ച്. പക്ഷേ വന്നപ്പോൾ എനിക്ക് അത്രക്കുള്ള ഇത് കിട്ടിയില്ല. പിന്നെ ഫസ്റ്റ് ഹാഫ് കുഴപ്പമില്ല. ഫസ്റ്റ് ഹാഫ് നമുക്ക് വർക്കാകുന്ന കുറച്ച് കോമഡി കാര്യങ്ങളെല്ലാം അതൊക്കെ സംഭവം കൊള്ളാം. പിന്നെ ഇവർ ഫൈറ്റ് അതും കിടുക്കാച്ച സാധനമാണ്. പിന്നെ പറയാനാണ്, ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് അത്രക്ക് വലിയ ഞാൻ എക്സ്പെക്റ്റ് ചെയ്ത അത്രയും എനിക്ക് സിനിമ അങ്ങോട്ട് കണക്റ്റ് ആയിട്ടില്ല. ഒരു ആവറേജ് ഫീലിംഗ് ആണ് എനിക്ക് തോന്നിയത്. അപ്പം നമുക്കിന്ന് ഇവിടെ ഒരു പ്രീമിയർ ഷോ ആണ്. അപ്പം നാളെയാണ് സിനിമ റിലീസാകുന്നത്. അപ്പോൾ എന്തായാലും ഗൈസ് നിങ്ങൾ പോയി കാണുക, നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് പറയുക. അപ്പം എൻ്റെ ഒരു ഒപ്പീനിയനാണ് ഞാനിവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പം നിങ്ങളെന്തായാലും പോയി കാണുക ഗൈസ്, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്ന് പറയുക. അപ്പോൾ ഇനിയിപ്പം നാളെ കറുപ്പുണ്ട്. അതുപോലെ തന്നെ ഇനിയിപ്പം ലാലേട്ടൻ്റെ ബർത്ത്ഡേ അന്ന് ദൃശ്യം 3 ഇറങ്ങുന്നുണ്ട്. വേറെന്തോ ഒരു സിനിമയും കൂടെ തുടങ്ങുന്നുണ്ടല്ലോ, എന്തോ ഒരു സിനിമയും കൂടെ ഉണ്ട്. അപ്പം ഗൈസ് ഇപ്പം നട്ടപ്പാതിര ബ്ലോഗ് അവസാനിപ്പിക്കുകയാണ്. അപ്പം എല്ലാവർക്കും ഗുഡ് നൈറ്റ്. അപ്പം നിങ്ങൾ സിനിമ കാണുക, നിങ്ങൾ സിനിമ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ പറയുക. ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറയുന്നത്. അപ്പോൾ കണ്ടിട്ടെന്നാലും നിങ്ങളുടെ അഭിപ്രായം പറ.